അങ്ങനെ ഇവര് രണ്ടുപേരും വണ്ടിയില്ലാത്തത് കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി കണ്ട് ഷോയി എന്ത് രസാ ഈ സ്ഥലം, എന്റെ റിട്ടയർമെന്റ് ജീവിതം ഞാൻ ഇവിടെ ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഷിയാൻ, നീ നിന്റെ കരിയർ തുടങ്ങിയിട്ട് പോലുമില്ല, ഇപ്പോഴേ റിട്ടയർമെന്റിനെ പറ്റി ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ ഷോയി, അല്ല ജീവിതകാലം മുഴുവൻ നമ്മൾ പണിയെടുത്തിട്ട് ആ ഒരു ലൈഫിന് നമ്മൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കൊടുക്കണ്ടേ. എന്തോ ഈ നദിയിലേക്ക് നോക്കുമ്പോ നിങ്ങളോടൊപ്പം നടക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഭാവിയെ കുറിച്ചാണ് ഓർമ്മ വരുന്നത് എന്ന് പറയുമ്പോ ഷിയാൻ, അപ്പൊ നിന്റെ ഭാവി പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇവളുടെ ഭാവിയിൽ ഷിയാൻ ഉണ്ടോ എന്നറിയാനാണ് അവന്റെ ആ ഒരു ചോദ്യം. പക്ഷെ ഇവൾക്ക് ആ സമയത്ത് നല്ല തണുത്ത് കിടുങ്ങാണ്. അതുകൊണ്ട് തന്നെ ഷിയാനും അവന്റെ ജാക്കറ്റ് എടുത്ത് ഇവൾക്ക് ഇട്ടുകൊടുത്തിട്ട് ആ ഒരു സമയം ഇവര് ഒരുപാട് അടുക്കുന്നത് കൊണ്ട് തന്നെ മുന്നേ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കിസ് ഇപ്പോ വീണ്ടും യാഥാർത്ഥ്യമാക്കാൻ ഷിയാൻ ശ്രമിക്കുന്നു. പക്ഷേ കറക്റ്റ് വീണ്ടും ഇവന് കോള് വരുന്നു. അത് മറ്റാരുമല്ല, ഷിയു തന്നെയാണ് വിളിക്കുന്നത്. ഇവൻ നല്ല ദേഷ്യത്തില് കോൾ എടുത്ത്, നീ ഇപ്പോ എന്നെ വിളിച്ചതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് വളരെ ദേഷ്യത്തില് ചോദിക്കുമ്പോ അത് കേട്ട് ഇവള് പേടിച്ച്, അയ്യോ എനിക്ക് നമ്പർ മാറിപ്പോയതാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോ അവന്റെ ആ ദേഷ്യം കണ്ട് ഇവളും, ഈ അങ്കിളിന് ഇതെന്താ പറ്റിയത്, എന്തിനാ ഇത്ര പേടിപ്പിക്കുന്നത്, ഞാനിനി ഡിസ്റ്റർബൻസ് വല്ലതും ആയോ, അങ്ങനെ ഡിസ്റ്റർബൻസ് ആവണമെങ്കിൽ പുള്ളിക്കാരൻ ഇനി ഗേൾഫ്രണ്ടിനോടൊപ്പം ആയിരുന്നോ, സാധ്യതയില്ലാതില്ല എന്നിങ്ങനെ ഇവള് പിറുവിറുക്കുമ്പോ ഹോങ് ഇവളോട്, നീ എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുരുഷനെ കോള് ചെയ്താല് പുള്ളിക്കാരൻ ഫോൺ എടുത്ത് ഒരു ക്ഷമയില്ലാതെ നിങ്ങളോട് സംസാരിക്കാണ്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ, ആ വ്യക്തിയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോ ഹോങ്, ഓ ഇതാണോ നീ ഇത്ര ചെറിയ തലയും കൊണ്ട് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവളത് കാര്യമായിട്ട് എടുക്കാതെ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ആ ഒരു സമയത്ത് അവൻ, നീ എന്തിനാ വിളിച്ചത്, ഞാൻ ബിസിയാണ്, എന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോ ഇവൾക്ക് ഷിയു ഇപ്പൊ പറഞ്ഞ അതേ കാര്യമാണ് മനസ്സിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവളോട്, നീ ശരിക്കും ഇപ്പൊ പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ ഷിയു, തീർച്ചയായും, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ ഫോൺ എടുത്ത് പറയാൻ പോകുന്നത് ബിസിയാണ്, പിന്നെ വിളിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോ ഹോങ്ങിന്റെ ബോയ് ഫ്രണ്ട് ഇപ്പോ അവളോട് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവള് നല്ല ദേഷ്യത്തിൽ അവനെ കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോ അതിനുശേഷം ഷിയു യുവിന് മെസ്സേജ് അയച്ചിട്ട്, ഞാൻ അയച്ച സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവന് ആ ഒരു ആൽബംസ് ഒക്കെ ഇവളാണ് കൊടുത്തുവിട്ടത് എന്ന കാര്യം മനസ്സിലാവുന്നത്. സോ ഇതൊക്കെ എനിക്ക് തന്നതിന് താങ്ക്സ്, പക്ഷേ ഇതൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതല്ലേ, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ക്ലാസ്സിന് വരുമ്പോ നീ തന്നെ എടുത്തോണ്ട് പോയേക്ക് എന്ന് പറയുമ്പോ ഇവൾക്കത് വിഷമമായിട്ട്, ഇല്ല ഇതിന് ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല, നിങ്ങൾ തന്നെ വെച്ചാ മതി എന്ന് പറയുമ്പോ ഇവൻ ആ ഒരു ലേലാൻഡ് റയർ ആൽബംസിനെ പറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതെല്ലാം നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. അപ്പോ ഷിയു, നിങ്ങളിപ്പോഴും വർക്ക് ചെയ്യാണോ, എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ, എനിക്ക് ഇവിടുത്തെ ഒരുപാട് നല്ല റെസ്റ്റോറന്റുകൾ അറിയാം, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ, ഇല്ല ഞാൻ ഫ്രീ അല്ല, ബിസിയാണ് എന്ന് പറഞ്ഞ് ഇവളെ ഒഴിവാക്കുന്നു. പക്ഷെ ഇവൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് ഇവള് അവന് വേണ്ടി അവന്റെ ഓഫീസിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യിപ്പിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്നു. ഇവളുടെ ഫുഡിന്റെ ഫോട്ടോ എടുത്ത് അവന് അയച്ചു കൊടുത്തിട്ട്, ഇപ്പൊ നമ്മള് ഈ ഒരു രീതിയിൽ ഒരുമിച്ചല്ലേ ഫുഡ് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനും ആ ഒരു ഫുഡൊക്കെ സ്വീകരിച്ച് കഴിക്കുന്നു. എന്നിട്ട് ഇവളോട് താങ്ക്സ് പറയുമ്പോ, നിങ്ങൾക്ക് ശരിക്കും നന്ദിയുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയക്കാമോ എന്ന് ചോദിക്കുമ്പോ അവനത് കഴിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇവന് കഴിക്കുന്നതിന്റെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോ ഇവന്റെ കൊളീഗ്സ് ഒക്കെ, എന്താ സർ ഇത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണോ ഇത്രയും ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കുന്നു. ഇവൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരത് വിശ്വസിക്കുന്നില്ല, അവര് വെറുതെ ഇറങ്ങി പോകുന്നു. അപ്പോ ഇവള് ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അവൻ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ, അടുത്ത തവണ ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോ യു അവളോട്, പൈസ കൊടുത്താല് എന്തും കിട്ടും എന്തും സാധിക്കും എന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് കാഴ്ചപ്പാടെന്നുള്ള വ്യക്തിയല്ല, ഇന്നത് വേണോന്ന് നിർബന്ധവും ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോടൊപ്പം തെരുവിലിരുന്ന് പോലും അവിടുത്തെ ഫുഡ് കഴിക്കാൻ പോലും ഞാൻ റെഡിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയോടൊപ്പം എവിടെ ഇരുന്ന് വേണമെങ്കിലും എനിക്ക് ഏത് പാട്ട് വേണമെങ്കിലും കേൾക്കാനും ഇഷ്ടമാണ്. അത് ലൈലാന്റെ ലിമിറ്റഡ് എഡിഷൻ സോങ്സ് മാത്രമല്ല, എന്റെ ടേസ്റ്റിന് പറ്റിയ അങ്ങനത്തെ ഒരാൾ ഞാനല്ല, അതുകൊണ്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് വോയിസ് അയക്കുമ്പോ ഇവൾക്കത് കേട്ട് ഒരുപാട് വിഷമാവുന്നു. കാരണം ഇവൾ അതൊക്കെ ചെയ്യുന്നത് അവന്റെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനും അവൻ അതൊക്കെ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചാണല്ലോ. അപ്പോ ഇവൾക്കത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിലും ഇവള്, ഷിയോ നീ അങ്ങനെയൊന്നും തളരാനേ പാടില്ല, പുള്ളിക്കാരൻ നീ കൊടുത്ത ഫുഡ് കഴിച്ചില്ലേ, താങ്ക്സ് പറഞ്ഞില്ലേ, പൈസ ഒരുപാട് ചെലവാക്കുന്നതിനല്ലേ കുറ്റം പറഞ്ഞത്, അടുത്ത തവണ മുതൽ പൈസ ഒരുപാട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവൾ അതിന് പിന്മാറാൻ തയ്യാറല്ല, സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പൊ ഇവിടെ ഇവര് തിരിച്ചു വരുമ്പോ ഷോയി പെട്ടെന്ന് ഇവന്റെ ജാക്കറ്റ് ഊരാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ ഇവളെ പിടിച്ചിട്ട്, ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നീ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഇവള്, അതിനുള്ള ഉത്തരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോ ഷിയാനും, നിനക്ക് ആവശ്യമുള്ള അത്ര സമയം എടുത്തോളാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന്, എനിക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവള് റൂമിൽ വന്ന് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിന്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഇവളെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഷിയാൻ ഇവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു PDF അയക്കുന്നു.
അപ്പോ അത് കണ്ട് ഇവള് ഇതെന്താ മറ്റാർക്കെങ്കിലും അയച്ചതാണോ, മാറിപ്പോയോ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ഇല്ല, നിനക്ക് തന്നെ അയച്ചതാ. നിനക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, ഇത് നിനക്ക് യൂസ് ചെയ്യാം, നിന്റെ സമയം ലാഭിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം ഇവളുടെ വലിയൊരു പണി തന്നെയാണ് കുറഞ്ഞു കിട്ടുന്നത്. അതിനുശേഷം ഇവളെ പിറ്റേന്ന് റെഡിയായി ഒറ്റയ്ക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ഷിയാൻ ഓൾറെഡി തന്നെ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അവൻ തന്നെയാണ് ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഇവള് ആ ഒരു കമ്പനിയിലോട്ട് എത്തുമ്പോ അവിടുത്തെ സിയോടെ സെക്രട്ടറി അല്ല അസിസ്റ്റന്റ് ഷോയി എന്താ ഇവിടെ, ഇന്നലെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇന്ന് വന്നത് എന്ന് ചോദിക്കുമ്പോ ഹായ് സർ, ഞാൻ ഫൈനാൻസ് മീഡിയയിലെ റിപ്പോർട്ടറാണ് എന്ന് പറയുമ്പോ ഇയാള് ഷോക്കാവുന്നു. അവരുടെ ആ ഒരു ഫാക്ടറി പ്രൊസീജിയേഴ്സ് ഒക്കെ കാണിച്ചു തരാം എന്ന് ഇയാൾ പറയുമ്പോ വേണമെന്നില്ല, ഇന്നലെ ഞാൻ എല്ലാം കണ്ടതല്ലേ എന്ന് പറയുമ്പോ ഇയാളും നേരെ സിയോടെ അടുത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇയാളും ഇവളെ കണ്ട് നല്ലതുപോലെ ഷോക്കാവുന്നു. നിങ്ങളോ, അപ്പൊ ഇന്നലെ വന്നതോ എന്ന് ചോദിക്കുമ്പോ ഞാനും മിസ്റ്റർ ഷിയാനും നല്ല ഫ്രണ്ട്സ് ആണ്, ആ ഒരു പരിചയത്തിൽ വന്നതാണ് എന്ന് പറയുമ്പോ ഇയാള് ഓ അപ്പൊ നിങ്ങൾക്ക് ഗുവാൻ ഷെന്നുമായിട്ട് മാത്രമല്ല അല്ലേ കണക്ഷൻ ഉള്ളത്, മിസ്റ്റർ ഷിയാനുമായിട്ടും ഉണ്ടല്ലേ. മിസ്റ്റർ ഷിയാൻ എന്റെയും നല്ല ഫ്രണ്ടാണ്, ഇന്നലെ നടന്നതൊക്കെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഷിയാൻ ഇപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ആയി സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഒരു ക്ലൗഡ് ഇന്നോവേഷൻ കമ്പനിയായിട്ട് മുന്നോട്ട് പോണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിക്കാം എന്ന് പറയുമ്പോ ഇവള് വേണ്ട, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ, അതുപോലൊരു കമ്പനി ഈ കമ്പനിയായിട്ട് സഹകരിക്കാത്തത് തന്നെയാണ് നല്ലത്, നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ എന്ന് ചോദിച്ച് ഇവര് ആ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇയാള് ഇപ്പോ ഇവളോട് നേരെ ചൊവ്വേ സംസാരിക്കുന്നതിന് കാരണം ഇവൾ എഴുതുന്ന ന്യൂസ് പോലെ ആയിരിക്കുമല്ലോ ഇയാളുടെ ഫ്യൂച്ചർ ബിസിനസ്, അതുകൊണ്ട് സോപ്പിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവരുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇയാളെ പല രീതിയിലും വെള്ളപൂശി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഷോയി ഇന്നലെ ചോദിച്ച ആ ഒരു ചോദ്യം ഇന്നും ആവർത്തിക്കുന്നു. ആ ഒരു ആക്സിഡന്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ അതിനെതിരെ എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത് എന്ന്. ഇന്നലെ ഇയാള് അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വളരെ അഹങ്കാരത്തിലാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് കുറച്ചുകൂടി മയത്തിലാണ് സംസാരിക്കുന്നത്. എന്നിരുന്നാലും ഇയാളുടെ തെറ്റ് സമ്മതിക്കുന്നില്ല, അത് കാറിന്റെ കുഴപ്പമാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവരുടെ കമ്പനി വലിയ പേരുകെട്ട കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ആർട്ടിക്കിൾ പുറത്തു വിടുമ്പോ അതിൽ ആ ഒരു ആക്സിഡന്റിന്റെ കാര്യം ജനങ്ങൾ അറിയണ്ട, അത് ആ ആർട്ടിക്കിളിൽ വരണ്ട എന്ന് പറയുമ്പോ ഇവളും ഇല്ല സർ, ഞാൻ നിങ്ങളുടെ കമ്പനി റെപ്യൂട്ടേഷൻ തകർക്കുന്ന രീതിയിൽ ഒന്നും എഴുതാൻ പോകുന്നില്ല, പക്ഷെ ആ ആക്സിഡന്റ് സമയത്ത് എനിക്ക് എന്തൊക്കെ തെളിവുകളാണോ കിട്ടിയിട്ടുള്ളത് അതെല്ലാം ഞാൻ സമർപ്പിക്കും എന്ന് പറയുമ്പോ ഇയാള് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സോപ്പിട്ട് ഇവൾക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സൽക്കരിക്കുന്നു. ഇന്നലെ പച്ചവെള്ളം പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ഷോയി ഇല്ല, എനിക്ക് ചായ ഇഷ്ടമല്ല, ഇത് വേസ്റ്റ് ചെയ്യാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവള് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ പ്രോഡക്ട്സിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ കറക്റ്റ് ആയിട്ട് അതിന് മറുപടി കൊടുക്കുന്നില്ല, വഴുതി മാറുന്നു. അപ്പോ ഇന്റർവ്യൂ അവസാനിച്ച ശേഷം ഇയാള് ഷോയിയോട് നിങ്ങൾ എഴുതുന്ന വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം, ചിലപ്പോ 2 വാക്ക് മതി ഞങ്ങളുടെ കമ്പനി തന്നെ ഇല്ലാതാവാൻ എന്ന് പറയുമ്പോ ഷോയി നിങ്ങളുടെ കമ്പനി ഇല്ലാതാവണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങളിത് നാളെയും നിലനിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇയാള് ഞാൻ ഷിയാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാം, ഷിയാന്റെ കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം എന്ന് വരെ ഇയാള് ഇവളോട് പറഞ്ഞു നോക്കുന്നു. പക്ഷേ ഷോയി അതൊക്കെ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളാണ്, ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്, എനിക്ക് എന്റെ ജോലിയാണ് വലുത്, നിങ്ങളുടെ ഇത്രയും നേരത്തെ സമയം തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇയാൾക്ക് ഇപ്പോ നല്ല തലവേദന ആയിരിക്കാണ്. അപ്പോ ഷിയാനാണെങ്കിൽ അവിടെ നിന്ന് ഇവളെ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോ ഈ സെക്രട്ടറി ആണെങ്കിൽ ആ ജിയാങ് പറഞ്ഞിട്ട് നല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ഷൂയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവള് സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ചായ പോലും കുടിച്ചില്ലല്ലോ മാഡം, ഇതെങ്കിലും സ്വീകരിക്കേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഷൂയെ അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ഷിയാൻ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവര് ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഇവളുടെ അമ്മ വിളിച്ചിട്ട് നീ എവിടെയാ, കഴിച്ചോ, യു ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായി, നിങ്ങൾ വല്ലപ്പോഴും പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണം, പെൺകുട്ടികളായി ഇതിന് മുൻകൈ എടുക്കേണ്ടത് എന്ന് പറയുമ്പോ ആ ശരി അമ്മേ ഞാൻ ജോലിയാണ് ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോ ഷിയാൻ എന്തോ പകുതി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ അതിന്റേതായ കേന്ദ്രി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോ ഇവരുടെ ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഷിയു വീണ്ടും ഇവനോട് വന്ന് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോ യു അവളോട് ഓഫീസിലോട്ട് വരാനായിട്ട് പറയുന്നു. ഇവളെ വിചാരിക്കുന്നത് ഇനി അവനോടൊപ്പം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിരിക്കും എന്നാണ്. സോ ഇവള് വളരെ സന്തോഷത്തിലാണ് തുള്ളിച്ചാടി അവനോടൊപ്പം ചെല്ലുന്നത്. പക്ഷേ ഇവൻ വിളിപ്പിച്ചത് ആ ഒരു ആൽബങ്ങള് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരുപാട് വിലപിടിപ്പുള്ളതാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, പാട്ട് കേൾക്കണമെങ്കിൽ ഞാൻ അല്ലാണ്ട് തന്നെ കേട്ടോളാം, അല്ലാതെ എനിക്കിതൊന്നും സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇവളും ശരി, ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനു വേണ്ടി എനിക്ക് ഒരു ചെലവ് പോലും വന്നിട്ടില്ലെന്ന്, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സൂക്ഷിച്ചോളാം, പക്ഷെ നമുക്ക് ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന്, പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല, നീ വളരെ ചെറുപ്പമാണ്, ഇത് നിനക്ക് ജസ്റ്റ് താൽക്കാലികമായിട്ട് തോന്നാവുന്ന ഫീലിങ്സ് മാത്രമാണ്, നമ്മൾ തമ്മിൽ ഒരിക്കലും മാച്ച് ആവില്ല, ഒരിക്കലും ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നിനക്ക് തന്നെ തോന്നും,
അതുകൊണ്ട് എനിക്ക് അങ്ങനെ തമാശയ്ക്ക് താല്പര്യമില്ല. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു കാര്യങ്ങളും അറിയില്ല എന്ന് പറയുമ്പോ ഇവള് ഞാൻ എങ്ങ് തന്നെയാണ് സമ്മതിച്ചു. പക്ഷേ എനിക്ക് എന്നെ കുറിച്ച് ഒരു ആശങ്കയും ഇല്ല. ഒരു റിലേഷൻഷിപ്പില് എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്കിതൊരു തമാശയായിട്ട് തോന്നിയതല്ല. എനിക്ക് മനസ്സിലായിടത്തോളം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നല്ല, എന്റെ ഇഷ്ടം ഒരു ദിവസം അവസാനിച്ച് പോവോന്നാണ് നിങ്ങൾ പേടിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ എന്നെ പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് തമ്മിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന് നമ്മൾ തന്നെ ശ്രമിക്കണ്ടേ എന്ന് പറയുമ്പോ ഇവൻ വിചാരിച്ചതിനേക്കാൾ കോൺഫിഡന്റ് ആയിട്ടാണ് ഇവളിപ്പോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോ ഇവള് നിങ്ങളിപ്പോ എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാനുള്ള കൂടുതൽ ചാൻസ് തന്നാ മതി. അത് കഴിഞ്ഞ് നമ്മൾ പരസ്പരം അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയാലോ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും തടയില്ല എന്ന് പറയുമ്പോ ഇവൻ എന്ത് പറയണോന്നറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇവനെ രക്ഷപ്പെടാനായിട്ട് ഏതോ ഒരു കോള് വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോള് വരുന്നു, നീ പൊക്കോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോ ഇവള് അപ്പോ ഇനി മുതൽ ഞാൻ എന്തായാലും നിങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ പോവാണ് എന്ന് പറയുമ്പോ യു അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവനൊരു നോ പോലും അവളോട് പറയാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവൾ അവളുടെ ഫീലിങ്സ് ഇവനോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോ ഷൂയും ഷിയാനും തിരിച്ചു നാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ഷിയാൻ തിരിച്ച് ഓഫീസിലെത്തി ഗുവാനോട് നമ്മളിനി ഷൻലാൻ കമ്പനി മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, മറ്റു കമ്പനികളെ കൂടി സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോ ഗുവാനും അവൻ ഈ ലോകത്തൊന്നും അല്ല എന്ന് മാത്രം പറയുന്നു. അപ്പോ ഷിയാൻ അല്ല യുവിനെ കാണാറില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇല്ല, ഞാൻ അവളെ കാണാറില്ല, ഒരുപാട് ദിവസമായി കണ്ടിട്ട്, ചിലപ്പോ അവൾക്ക് എന്നെ കാണണ്ടായിരിക്കും അല്ലെങ്കിൽ വേണ്ടായിരിക്കും എന്നിങ്ങനെ പരസ്പര ബോധമില്ലാതെ സംസാരിക്കുമ്പോ യു അങ്ങോട്ടേക്ക് കയറി വരുന്നു. എന്നിട്ട് ഷിയാനോട് അല്ല നിങ്ങളെന്താ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ നിന്നെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നത്, ഗുവാൻ പറയുന്നത് നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി എന്ന് പറയുമ്പോ യു ആര് പറഞ്ഞു, നമ്മൾ ഇന്നലെ രാത്രി കൂടി ഡിന്നർ കഴിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഓ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാളെയാ എന്ന് പറഞ്ഞിട്ട് ഈ ചായ കൊള്ളാം എന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. അപ്പോ ഷോയും ഇവിടെ തിരിച്ച് ജോലിക്ക് കയറിയിട്ട് അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവള് ഫ്രീ ആവുമ്പോ ഷിയാന്റെ പോസ്റ്റ് നോക്കുന്ന സമയത്ത് അവൻ ഷെയർ ചെയ്തേക്കുന്നത് ഇവര് പോയ ആ ഒരു ടെമ്പിളിന്റെ ഫോട്ടോയാണ്. പക്ഷെ അത് ഇവര് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് ആ ഒരു പോഷൻ മാത്രമാണ് ഇവൻ ഇട്ടിരിക്കുന്നത്. സോ ഇവൾ അത് ആദ്യം ലൈക്ക് ചെയ്തിട്ട് പിന്നീട് അത് പിൻവലിക്കുന്നു. പക്ഷെ ഷിയാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോ ഒന്നും അല്ലല്ലോ അവൻ ഇട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് അതിനുശേഷം ഷൂയി ആ ഒരു ഷെൻലാൻ കമ്പനിയെ കുറിച്ച് തയ്യാറാക്കിയ ഔട്ട്ലൈൻ നൽകുമ്പോൾ ആ ഒരു ഇവളുടെ ഡ്രാഫ്റ്റ് കണ്ട് മുകളിൽ നിന്നുള്ളവര് പറഞ്ഞിരിക്കുന്നത് ഇത് മാറ്റി എഴുതണം എന്നാണ്. അതുകൊണ്ട് തന്നെ ചീഫ് ഇവളോട് ഇത് വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇത് പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കറിയാം, പക്ഷെ മാഡം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായിട്ടായിരിക്കണം നമ്മൾ വാർത്ത കൊടുക്കേണ്ടത്, എത്തിക്സിനോട് നീതി പുലർത്തണം എന്നൊക്കെ. ഞാൻ എന്താണോ കണ്ടത്, ഞാൻ എന്താണോ കേട്ടത് അത് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോ ഇവരും നീ എന്റെ വാക്കുകൾ എന്നോട് തന്നെ ഉപയോഗിക്കാണോ, എന്തായാലും ശരി, നിനക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ പബ്ലിഷ് ചെയ്തോളാനായിട്ട് പറയുന്നു. ഇവൾക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം ഇപ്പോ ഷിയാന്റെ കമ്പനിയിലേക്ക് ഷോയി എത്തിയിരിക്കുകയാണ്. കാരണം അവിടുത്തെ ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇവൾക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സോ ഇവൾ ആ ഒരു കാര്യം റിസപ്ഷനിൽ പറയുമ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് അവര് അന്വേഷിക്കുന്നു. അവിടുത്തെ സ്റ്റാഫ് മറ്റാരുമല്ല ഈ ലഷിയാണ്. ഇവൾ ആ ഒരു ഡയറക്ടറിന്റെ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ വന്നിരിക്കുന്ന റിപ്പോർട്ടർ ഷൂയിയാണ് എന്നറിയുമ്പോ ഇവള് അദ്ദേഹം ഫ്രീ അല്ല, ഒരു മീറ്റിംഗിലാണ്, അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ എന്ന് പറയുന്നു. പക്ഷെ അത് ഇവൾ അറിയുന്നില്ല അത് ലഷിയാണ് ഇങ്ങനെ പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവൾ ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവള് 2-3 ചായ കുടിച്ച സമയമായിട്ടും ഇതുവരെയും ഇവളെ വിളിച്ചിട്ടില്ല. സോ അവിടുത്തെ സ്റ്റാഫിനോട് അദ്ദേഹത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞോ ഒന്ന് ചോദിക്കാമോ എന്ന് ചോദിക്കുമ്പോ ഇവരും ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം എന്ന് പറയുന്നു. അപ്പോ ഷിയാന്റെ അസിസ്റ്റന്റ് അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ഷൂയി അവിടെ കണ്ട് മാഡം നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്ക് ഡയറക്ടറുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അദ്ദേഹം എന്തോ മീറ്റിംഗിലാണ്, സോ വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുമ്പോ അവളുടെ മുന്നിൽ ഒരുപാട് ചായക്കപ്പുകൾ ഇരിക്കുന്നത് കണ്ട് ഇവൾ എത്ര സമയം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് നേരെ വന്ന് ഷിയാനോട് ആ കാര്യങ്ങളെല്ലാം പറയുന്നു. മാഡം ഒരുപാട് സമയമായിട്ട് അവിടെ തന്നെ ഇരിക്കുക, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഡയറക്ടറിന് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു മീറ്റിംഗും ഇല്ലെന്നാ, പിന്നെന്തിനാ പുള്ളിക്കാരിയെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നെന്ന് അറിയില്ല എന്ന് പറയുമ്പോ ഷിയാന് നല്ല ദേഷ്യം വന്നിട്ട് ഒരു കോൾ ഡയൽ ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. ഉടനെ തന്നെ ആ ഒരു ഡയറക്ടർ ഇപ്പൊ ഷോയുടെ അടുത്തേക്ക് വന്ന് ക്ഷമ ചോദിക്കുന്നു. എന്റെ സെക്രട്ടറിക്ക് ഒരു അബദ്ധം പറ്റിയതാ മാഡം, അതുകൊണ്ട് ഞാനിത് അറിയാതെ പോയത്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നതിലെ സോറി എന്ന് പറയുമ്പോ ഇവള് ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഓഫീസിലേക്ക് പോകുന്നു. ഇയാള് പെടച്ചടിച്ച് ഇങ്ങോട്ട് വന്നതിന് കാരണം ഷിയാൻ വിളിച്ച് നല്ലത് കൊടുത്തത് കൊണ്ടാണ്. പക്ഷേ ഷൂയി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അവിടെ ലഷിയെ കാണുന്നു. അവള് ഷിയാന്റെ അനന്തരവളാണല്ലോ. സോ ഇവളെ ഇവിടെയാണോ ഷിയാൻ ഇരുത്തിയിരിക്കുന്നത് എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. ലഷിയും ഷൂയിയെ കണ്ട്
ആ ഒരു ഡയറക്ടർ തന്നെയാണല്ലോ ഇവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. സോ അത് കണ്ട് നല്ല ഷോക്ക് ആവുന്നു. ഷോയി ഇങ്ങോട്ട് എത്തിയതിന് കാരണം ഈ ഒരു കമ്പനി ഫീച്ചർ അവളെ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ടാണ്. അതെടുത്തിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നു. അവള് പോയതിനു ശേഷം ഉടനെ തന്നെ ഇയാളെ ലക്ഷ്യയെ വിളിപ്പിച്ച് എനിക്കിന്ന് 3 മണിക്ക് ഫൈനാൻസ് മീഡിയയിലെ റിപ്പോർട്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഉള്ള കാര്യം നിനക്ക് അറിയായിരുന്നില്ലേ? പക്ഷെ നീ എന്തുകൊണ്ട് അത് എന്നെ അറിയിച്ചില്ല? പുള്ളിക്കാരി ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്യലായിരുന്നോ? എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ ഇവള് അത് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ബിസി ആയിരിക്കും എന്നാ സർ. നിങ്ങൾക്ക് ക്ലയൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മീഡിയ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തത് പറയുമ്പോ ഇയാള് നിന്റെ തോന്നലുകൾക്ക് അനുസരിച്ച് പണി ചെയ്യാനാണോ നിനക്ക് ശമ്പളം തരുന്നത്? ഷെങ്ഷൂയെ പോലെ ഒരു റിപ്പോർട്ടറിനെയാണോ നീ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? അവരാരാണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ച് ഇയാളെ ഇവളെ വെള്ളം കുടിപ്പിക്കാണ്. നല്ലതുപോലെ ഇവളെ പേടിക്കുന്നുണ്ട്. ഇല്ല സർ, എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ ക്ഷമ ചോദിക്കുമ്പോ ഇയാള് മേല എന്റെ കൺമുന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് ഇവളെ പറഞ്ഞു വിടുന്നു. അപ്പൊ പുറത്ത് വന്നിട്ട് ഇവൾക്ക് ഷോയോട് നല്ല ദേഷ്യമുണ്ട്. അവൾ ആരാ? സാധാരണ ഒരു ജേർണലിസ്റ്റ് അല്ലേ, അതിൽ കൂടുതൽ ആരാ അവള് എന്നാണ് ഇവളെ പറയുന്നത്. അപ്പൊ ഷൂയി അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഷിയാൻ ഇവളുടെ മുന്നിൽ വരുന്നു. ഇവൻ ഇവളെ തിരക്കി തന്നെ വന്നതാണ്. പക്ഷെ അവൻ ലിഫ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവള് ഫ്ലോർ പ്രസ് ചെയ്യാൻ മറന്നുപോയി. സോ ഇവളിപ്പോ ഷിയാന്റെ ഓഫീസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവനും ഇവളെ കയ്യിൽ പിടിച്ച് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം തന്നെ ഷിയാൻ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരുന്നത് കണ്ട് നല്ല അതിശയത്തിലും ആവേശത്തിലുമാണ് നോക്കുന്നത്. അപ്പോ ഷിയാന് ഓഫീസിനകത്ത് വന്നിട്ട് ഇവളുടെ കൈവിട്ട് അവൻ പോയി അവന്റെ ജോലി ചെയ്യുന്നു. അപ്പൊ ഇവള് ഇയാളെന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഒരു വാക്ക് പോലും പറയാത്ത എന്താ എന്ന് ചിന്തിച്ചിട്ട് ഇവളും അവിടെ പോയിരുന്ന് അവളുടെ വർക്ക് ചെയ്യുന്നു. ഇവൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഇവൾക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരുപാട് സമയമായിട്ടും ഷിയാൻ വർക്കിൽ തന്നെയാണ്. അപ്പോ ഷൂയിയും പുറത്തു വന്നിട്ട് അസിസ്റ്റന്റിനോട് ഷിയാന് വേണ്ടി ലെമൺ വാട്ടർ ഹണിയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് തരാനായിട്ട് പറയുന്നു. അപ്പോ അസിസ്റ്റന്റ് മാഡം അതിന് അദ്ദേഹം ലെമൺ കഴിക്കാറില്ലല്ലോ, മാത്രമല്ല ഇവിടെ ഹണിയൊന്നും ഇല്ല എന്ന് പറയുമ്പോ ഇവള് അപ്പോ എനിക്ക് തന്നതോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇയാള് മാഡത്തിന് വേണ്ടി അത് സാറ് പ്രത്യേകം അറേഞ്ച് ചെയ്തതാ, മാഡം താഴെ ഒരുപാട് കോഫി കുടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോ ഞാൻ താഴെ വെയിറ്റ് ചെയ്തത് ചെയ്യാൻ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ സാറ് വിളിച്ച് പറഞ്ഞ ഉടനെ മാഡത്തിനെ ഡയറക്ടർ വന്ന് കണ്ടത് എന്ന് പറയുമ്പോ ഇവൾക്ക് സന്തോഷാവുന്നു. അവൻ അവളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടല്ലോ. സോ ഹണി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ലെമൺ മാത്രമായിട്ട് ഒരു വെള്ളം തരാനായിട്ട് പറയുമ്പോ അസിസ്റ്റന്റും അത് പ്രിപ്പയർ ആക്കി ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ ഇവളും അത് ഷിയാന് കൊടുക്കാൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഇവളെ തിരക്കി വരുന്ന വഴിക്ക് ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അപ്പോ ഷിയാൻ എഴുന്നേറ്റ് വന്നേക്കുന്നത് കണ്ട് ഷൂയി എന്താ ജോലി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇല്ല തീർന്നിട്ടില്ല എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഷൂയിയെ അവിടെ കാണുന്നില്ല. ഒരുപാട് സമയമായി പുറത്തു പോയിട്ട്, അതുകൊണ്ട് തന്നെ ഇവളെ അന്വേഷിച്ചാണ് അവൻ പുറത്തേക്ക് വന്നത്. പക്ഷെ ഇവൻ ഇവളോട് പറയുന്നത് അത് ഞാനൊരു കോഫി എടുക്കാൻ വന്നതാണ് എന്നാണ്. അപ്പൊ ഇവളും കോഫി ഒന്നും ഇപ്പൊ കുടിക്കണ്ട, ഇത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ഒരു ഡ്രിങ്ക് കൊടുക്കുമ്പോ അവനും അത് വാങ്ങിച്ചു കുടിക്കുന്നു. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇവളോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോ ഇവളും ഓക്കെ പറയുന്നു. അതിനുശേഷം ഷൂയിയും അവളുടെ ജോലി അവിടെ ഇരുന്ന് തീർക്കുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും ഇവൾക്ക് നല്ലതുപോലെ വിശക്കാൻ തുടങ്ങുന്നു. അപ്പോ ഇവളുടെ പരുങ്ങല് കണ്ട ഷിയാനും എന്താ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല കുഴപ്പമില്ല നിങ്ങളുടെ പണി നടക്കട്ടെ എന്ന് പറയുമ്പോ ഇവൻ എങ്കില് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഇവളും ചാടിക്കേറി എന്നാ പിന്നെ നമ്മൾ എന്താ കഴിക്കുക എന്ന് ചോദിക്കുമ്പോ നീ തന്നെ തീരുമാനിച്ചോളാനായിട്ട് ഷിയാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഷൂയി ഇപ്പോ അവളുടെ മറ്റൊരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലേക്ക് ഇവനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ ഷിയാന് ആ സ്ഥലം അത്രയ്ക്ക് പിടിക്കുന്നില്ല, കാരണം അവിടെ തീരെ ഹൈജീൻ ഒന്നും ഇല്ലാത്ത പോലെയാണ് ഇവന് ഫീൽ ആവുന്നത്. അതിനുശേഷം ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവനും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എങ്കിൽ പോലും ഇവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവനും വേണം എന്ന് പറയുന്നു. സോ അങ്ങനെ അവര് ആ ഒരു ഹോട്ട് പോട്ട് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷിയു പെട്ടെന്ന് ഇവനെ വിളിച്ചിട്ട് അങ്കിൾ നിങ്ങൾ എവിടെയാ, എന്റെ വണ്ടി ഒരാളെ ഇടിച്ചു, എന്നെ ഒന്ന് വന്ന് രക്ഷിക്ക്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോ ഷിയാൻ നിനക്കെന്തെങ്കിലും പറ്റിയോ, ഇടിച്ച ആൾക്കെന്തെങ്കിലും പറ്റിയോ, നീ ഇപ്പൊ എവിടെയുള്ളത്, പോലീസിനെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള് ഇല്ല ഞാനിവിടെ യൂണിവേഴ്സിറ്റിക്ക് അടുത്താ ഉള്ളത്, ഞാൻ വണ്ടി എടുത്തപ്പോ നോക്കിയിട്ട് തന്നെ എടുത്തത്, ഇയാൾ എവിടെന്ന് വന്ന് കയറിയെന്നൊന്നും എനിക്കറിയില്ല, ഇയാളിപ്പോ കാലി പിടിച്ച് കിടന്ന് കറിയാ, കാലിന് എന്തെങ്കിലും പറ്റിയോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ വണ്ടി ഇയാളെ തട്ടിയിട്ടില്ല, ഇയാള് എന്നെ പോലീസിനെ വിളിക്കാനോ സമ്മതിക്കുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോ ഷിയാൻ അയാളെ ദേഹത്ത് നിന്ന് ബ്ലഡ് വല്ലതും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവളും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇവൻ നീ എന്തായാലും അയാളെ പിടിക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട, വണ്ടിയിൽ തന്നെ ഇരിക്കുക, ഞാനിപ്പോ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ പോവാൻ തുടങ്ങുമ്പോ ഷൂയി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനും എന്റെ അനന്തരവൾക്ക് എന്നെ ഇപ്പോ അർജന്റായിട്ട് ആവശ്യമാണ്, എനിക്ക് അവളുടെ അടുത്ത് എത്തിയേ പറ്റൂ എന്ന് പറയുമ്പോ അല്ല നിങ്ങൾ അതിനൊന്നും കഴിച്ചില്ലല്ലോ, അവൾക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവനും എനിക്ക് കാര്യമായിട്ട് സംഭവമൊന്നും അറിയില്ല, പക്ഷെ അവളൊരു ഫ്രോഡിന്റെ കയ്യിൽ പെട്ടിരിക്കുക എന്ന് പറയുമ്പോ അത് കേട്ട് ഷൂയി ഒന്ന് അമ്പരക്കുന്നു. കാരണം അവളെ ഒരു ഫ്രോഡാണ് എന്നാണല്ലോ ഇവളെ വിചാരിക്കുന്നത് ലക്ഷ്യയുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഇവനോട് ആ ശരി നിങ്ങൾ പൊക്കോ, ഞാൻ ഇത്രയും ഫുഡ് ഒറ്റയ്ക്ക് തീർത്തോളാം, ആൾക്കാരൊക്കെ എന്തെങ്കിലും വിചാരിക്കട്ടെ, എന്നിട്ട് ഞാനൊരു ടാക്സി വിളിച്ച് ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ പൊക്കോളാം, എന്നെ ഓർത്ത് ആരും വറീഡാവണ്ട
എന്ന് പറഞ്ഞ് സെന്റി അടിക്കുമ്പോ ഇവന് പിന്നെ പോവാൻ സാധിക്കുന്നില്ല. ഇത്രയും നേരം ഇവന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷിയാൻ ഇവൾക്ക് കമ്പനി കൊടുത്തിട്ട് അസിസ്റ്റന്റിന് മെസ്സേജ് അയച്ച് ഷിയു ഏതോ ഫ്രോഡിന്റെ കയ്യിൽ പെട്ടിരിക്കുക, നീ അങ്ങോട്ട് പോയി അവളെ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ഷിയാൻ ഇവളോടൊപ്പം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവളെ നല്ല ഹാപ്പി ആവുന്നു. മാത്രമല്ല ലക്ഷ്യക്കിട്ട് ഒരു പണിയെടുക്കാൻ സാധിച്ചു എന്നാണ് ഇവളെ വിചാരിക്കുന്നത്. അപ്പോ ഇവിടെ ഇയാളുടെ ബഹളം കേട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടിയിരിക്കുകയാണ്. ഷിയു താനിത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കളവൻ ഇല്ല, ഇവളെ എന്നെ ഇടിച്ചത്, ഇപ്പൊ ഇവളെ ഇവിടുന്ന് രക്ഷപ്പെടാനാ നോക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ ഷിയു എങ്കിൽ പിന്നെ ഞാൻ ആംബുലൻസ് വിളിക്കാം, പോലീസും വരട്ടെ, ആരാ തെറ്റുകാരനെന്ന് അവരും ഒന്ന് പറയട്ടെ എന്ന് പറയുമ്പോ ഇയാള് എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട, അവിടുത്തെ ഡോക്ടറെ കാണാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല എന്ന് പറയുമ്പോ ഇവള് പിന്നെ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ നീ പൈസ വന്നാൽ മതി, ഞാൻ സ്വയം ഡോക്ടറെ പോയി കണ്ടോളാം എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ ഒരു റോഡ് തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ ഒരു സംഭവം കാരണം. സോ അപ്പോഴേക്കും അങ്ങോട്ട് യു എത്തുന്നു. ആളുകളെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നത് അയാൾ ഏതോ ഫ്രോഡാ, ആ പെൺകുട്ടി പെട്ടു നിൽക്കാൻ ഏതോ കോളേജ് സ്റ്റുഡന്റ് ആണെന്നാ തോന്നുന്നത് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോ യുവും അവിടെ ഷിയുനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവനും അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ഇയാൾ ഇവിടെ നീ എനിക്ക് 5000 യുവാൻ തരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ എഴുന്നേറ്റ് മാറാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരുത്തനും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല, നീ പൈസ തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, അവര് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോ ഇവള് എങ്കിൽ പിന്നെ വിളിക്ക്, ആരാ അറസ്റ്റിലാവാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം എന്ന് പറയുമ്പോ അവിടുത്തെ നാട്ടുകാരും ഇയാൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, എന്തിനാ ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്, വല്ല നക്കാപ്പിച്ചും കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുമ്പോ ഇവൾക്ക് പെട്ടെന്ന് യു പറഞ്ഞ ആ ഒരു പൈസയുടെ കാര്യം ഓർമ്മ വന്നിട്ട് എല്ലാവരോടും ഇതെന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണെങ്കിൽ 5000 അല്ല 50,000 കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ്, പക്ഷെ ഇതെന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റല്ല, അതുകൊണ്ട് തന്നെ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ കൊടുക്കാനും പോകുന്നില്ല, ഞാൻ ഉണ്ടാക്കുന്ന പൈസ ആയാലും എന്റെ ഫാമിലി ഉണ്ടാക്കുന്ന പൈസ ആയാലും അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ്, അത് ഇങ്ങനെയുള്ളവർക്ക് മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല എന്ന് പറയുന്നതെല്ലാം തന്നെ യുവും കേട്ടുകൊണ്ട് നിൽക്കാണ്. ഇവള് പറയുന്നതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ അവനും അതൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നവർക്കും. എന്നിരുന്നാ പോലും അയാൾ ചോദിക്കുന്ന മുഴുവൻ പൈസയും കൊടുക്കണ്ട, വല്ല 500 1000 കൊടുത്തു വിട് എന്ന് പറയുമ്പോ യു അങ്ങോട്ടേക്ക് ചെന്ന് ആ പറഞ്ഞവനോട് അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ അവൾ പൈസ കൊടുക്കണം, അത് അത്ര വലിയ തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോ അവര് നൈസിന് അവിടെ നിന്ന് വലിയുന്നു. യുവിനെ കാണുമ്പോ ഷിയോനും വളരെ ആശ്വാസമാവുന്നു. അപ്പൊ യു ഇയാളോട് ചെന്ന് ഞാനിപ്പോ പോലീസിനെ വിളിക്കാൻ പോവാ, ഈ വണ്ടിയുടെ ഡാഷ് ക്യാമും അതേപോലെ തന്നെ ഇവിടെയുള്ള CCTV ഒക്കെ പരിശോധിക്കുമ്പോൾ ആരാണ് തെറ്റിയതെന്ന് പോലീസിന് മനസ്സിലാവും, പിന്നെ ഏതൊക്കെ വകുപ്പുകളാണ് നിങ്ങളുടെ മണ്ടയ്ക്ക് ഇരിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഇയാളൊന്ന് പേടിച്ച് നിങ്ങൾ അങ്ങനെ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട, തൽക്കാലം എനിക്ക് വലിയ പരിക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, കൊച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് സുഖമായി നടന്നു പോകുന്നു. അത് കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നു അയാൾ ഇത്രയും നേരം അടവെടുത്തതാണെന്ന്. അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോയതിനു ശേഷം ഷിയോ ഇവനോട് താങ്ക്സ് പറയുമ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഈ സിറ്റുവേഷൻ വളരെ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്തത് എന്ന് പറയുമ്പോ എങ്കിൽ പിന്നെ നമുക്കൊരു ഡിന്നർ കഴിക്കാനായിട്ട് പോയാലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അത് മനസ്സിലാക്കിയിട്ട് നീ സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോക്കോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഷിയാനും തിരിച്ചു വീട്ടിൽ വരുമ്പോ ഷിയു അങ്കിൾ എന്താ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ വരാതിരുന്നത് കൊണ്ട് നീ നന്നായിട്ട് തന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ അതെ എന്ന് ഇവളും പറയുന്നു. അപ്പോ ഷിയാൻ ഇവളോട് നീ എന്തിനാ ആ ഒരു സ്ഥലത്തേക്ക് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ ഒരു സംഭവം നടന്നത് യുവിന്റെ യൂണിവേഴ്സിറ്റി പരിസരത്ത് വെച്ചായിരുന്നല്ലോ. ഇവൾ അങ്ങോട്ടേക്ക് പോയത് അവനെ കാണാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ ഷിയാനോട് പറയുന്നത് ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നാണ്. എന്നാൽ അപ്പോഴേക്കും ഷിയോന് ഇവൻ കഴിച്ചിരിക്കുന്ന ആ ഒരു ഹോട്ട് പോട്ടിന്റെ സ്മെൽ അടിക്കുന്നു. അപ്പോ ഇവള് അല്ല അങ്കിൾ ഈ ഫുഡ് കഴിക്കാത്തതല്ലേ, അതിന്റെ സ്മെല്ല് പോലും പിടിക്കാത്ത വ്യക്തിയാ, പിന്നെ എന്താ ഈ സ്മെല്ല് നിങ്ങളുടെ ദേഹത്ത് നിന്ന് വരുന്നത്, അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആരോടൊപ്പം ഇരുന്ന ഇത് കഴിച്ചത്, എന്റെ ആന്റിയോടൊപ്പം ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഷിയാനും അവന്റെ ദേഹത്ത് നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഇവൻ കൈ പൊക്കുമ്പോ ഇവളെ വിചാരിക്കുന്നത് തന്നെ തല്ലാനായിട്ടാണ് വരുന്നത് എന്നാണ്. പക്ഷേ ഷിയാൻ അവളെ തലോടിയിട്ട് ഇന്ന് നീ വളരെ നല്ല കാര്യമാ ചെയ്തത്, അതുകൊണ്ട് ടയേർഡായിരിക്കും, പോയി റെസ്റ്റ് എടുക്കും മോളെ, ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവൾക്കതൊക്കെ വളരെ അതിശയമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരുപാട് നാളായി ഇവൻ ഇങ്ങനെ തലയിലൊക്കെ തൊട്ട് പെരുമാറിയിട്ട്. അത് ഇവളെ ചിന്തിച്ചിട്ട് അല്ല ഞാൻ പറഞ്ഞത് കേട്ട് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടില്ലല്ലോ, അപ്പൊ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അപ്പോ ഇവിടെ റൂവയെ ഗുവാൻ കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവളോട് നീ എന്താ എന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത് എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്, അതിനൊക്കെ റിപ്ലൈ കൊടുക്കണ്ടേ, സമയം കിട്ടാറില്ല എന്ന് പറയുമ്പോ ഇവൻ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അപ്പോഴേക്കും റൂവോടെ ഒരു ഫ്രണ്ട് വന്ന് നീ ഇവിടെ എന്ത് ചെയ്യാ, അവിടെ എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ ഗുവാൻ വിടുന്നില്ല. ഞാൻ നിന്നോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോ ഗുവാനെ തിരക്കി 2 പെണ്ണുങ്ങളാ അങ്ങോട്ടേക്ക് വരുന്നു. നീ ഓരോ തവണ ഗെയിമിൽ തോക്കുമ്പോഴും എങ്ങോട്ടായി ഇറങ്ങി പോകുന്നത്, വന്നേ അവിടെ നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞ് ഇവനെ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് വിളിക്കുമ്പോ റോയ്ക്ക് അത് തന്നെയാണല്ലോ ഇവന്റെ കാര്യത്തിൽ ഒട്ടും പിടിക്കാത്തത്, ഈ പെണ്ണുങ്ങളുടെ സാന്നിധ്യം. ഇവൾക്ക് ഇവൻ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇവര് വന്നതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ ഷിയു വളരെ സന്തോഷത്തിലാണ്. ഇവൾക്കൊരു പ്രശ്നം വന്നപ്പോ ഇടപെട്ടല്ലോ.
മനസാക്ഷി ഇല്ലാതെ കണ്ടില്ലെന്ന് വെച്ച് പോയില്ലല്ലോ. സോ തനിക്ക് അത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരു ഡിന്നറിന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ഇവൾ അവന് മെസ്സേജ് അയക്കുന്നു. ഞാൻ വീടെത്തി, ഇന്ന് എനിക്ക് ചെയ്ത സഹായത്തിന് വളരെ നന്ദി. ഞാൻ എന്തായാലും ഒരു ഡിന്നർ തരാൻ തയ്യാറാണ്. സമയം എപ്പോഴാണ് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ യുവും ആ ഒരു മെസ്സേജ് കണ്ട് ഇവൾക്ക് ഓക്കെ എന്ന് പറയുന്നു. അത് കണ്ട് ഇവള് തുള്ളി ചാടുകയാണ്. ഒരുപാട് നാളത്തെ ഇവളുടെ പ്രയത്നമാണല്ലോ അവനിപ്പോ എസ് പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെ ആ ഒരു പ്ലേസ് തീരുമാനിച്ചോളാം എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പിറ്റേന്ന് വളരെ നേരത്തെയാണ് ഓഫീസിലേക്ക് എത്തുന്നത്. അത് കണ്ട് ഷൂയി അല്ല ഇതെന്താ ഇത്ര നേരത്തെ വന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ വളരെ എക്സൈറ്റഡ് ആയത് കാരണം എനിക്ക് നല്ല ഉറങ്ങാനേ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഷൂയിയും ഇവളോട് അതിനുള്ള കാരണം ചോദിക്കുന്നു. അപ്പൊ ഇവള് ഇന്നലെ ആ ഒരു കിളവന്റെ കയ്യിൽ പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഷൂയിയോട് പറയുന്നു. എന്നിട്ട് ഒരു ഹീറോയെ പോലെ യു തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന കാര്യവും പറയുന്നു. പക്ഷെ അത് യു ആണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഷിയു അവളുടെ അങ്കിള് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചിറക്കം വന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഷൂയി എന്ത് മനസാക്ഷിയില്ലാത്ത അങ്കിളാ അത്, ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ഒരു മരുമകളോട് കാണിക്കുന്നത് എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. പക്ഷെ ഇവൾ അറിയുന്നില്ല അത് ഷിയാനാണ്, ഇവള് കാരണമാണ് ഷിയാൻ അങ്ങോട്ട് പോകാതിരുന്നത് എന്ന കാര്യം ഒന്നും. പക്ഷെ ഷിയു അവളെ ഹെൽപ്പ് ചെയ്യാനെത്തിയ ആ ഒരു ഹീറോയുടെ കാര്യം വളരെ സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലും പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ ഇവൾക്ക് അയാളോട് ഒരു പ്രത്യേക ആരാധന തന്നെ ഉണ്ടെന്ന് ഷൂയിക്ക് മനസ്സിലാവുന്നു. സോ ഷിയുനോട് നിന്റെ റൊമാൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ വർക്കിന്റെ കാര്യത്തിലോട്ട് കൊണ്ടുവന്ന് ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇവളും ഇല്ല എനിക്ക് രണ്ടിലും വിജയം കൈവരിക്കണം, ഞാൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല സിസ്റ്റർ എന്ന് പറഞ്ഞ് ഇവൾക്ക് വാക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഹോങ് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ അവളുടെ ബോയ് ഫ്രണ്ടിനെ നോക്കാനായിട്ട് പോയിരുന്നത്. ഷിയു പറഞ്ഞതുപോലെ തന്നെ അവൻ മറ്റൊരു പിണഞ്ഞോടൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ബ്രേക്കപ്പ് ആയി. പക്ഷേ ഇവളുടെ അമ്മ ഇപ്പോ പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറഞ്ഞ് ഇവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവര് തമ്മിൽ അങ്ങനെ ആ ഒരു സംസാരം നടക്കുമ്പോൾ ഷൂയി അത് കേട്ട് ഹോങ്ങിനോട് ഇങ്ങനെയുള്ള ചതിയമാരെ നമ്മൾ വെച്ചോണ്ടിരിക്കാനേ പാടില്ല, അപ്പൊ തന്നെ ഉപേക്ഷിക്കണം, ഒരു ചാൻസ് കൊടുത്താൽ തന്നെ ഇത് തന്നെ ആയിരിക്കും അവര് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്. ഈ അമ്മമാര് പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ചിലപ്പോ അവര് വളരെ സർപ്രൈസ് ആയിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു മൂവിയോ ഡിന്നറോ ഒക്കെ ബ്ലൈൻഡ് ഡേറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യും. അതൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ അനുഭവം പറയുമ്പോ അങ്ങോട്ടേക്ക് ഷിയു വന്ന് നിങ്ങൾ എന്താ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോങ് ഞങ്ങൾ ബ്ലൈൻഡ് ഡേറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ ബ്ലൈൻഡ് ഡേറ്റിന് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എങ്ങനെ കാണാൻ കൊള്ളാമോ, റിച്ച് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ഓൾറെഡി തന്നെ മറ്റൊരു അങ്കിളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഷിയുന് അറിയാലോ. രണ്ടിൽ ആരാണ് ബെസ്റ്റ് എന്ന് നോക്കിയും കണ്ടും ചെയ്താൽ മതി, ഒരുപാട് സമയമെടുത്ത് ആ വ്യക്തിയെ മനസ്സിലാക്കണം എന്നൊക്കെ അഡ്വൈസ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഷിയാൻ മീറ്റിംഗില് എല്ലാവരോടും നമ്മുടെ കമ്പനി ഷെൻലാൻ പോലൊരു കമ്പനിയില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുന്നു. അപ്പോ ഈ അങ്കിള് നീ ഷെല്ലാൻ കമ്പനിയിൽ പോയപ്പോ ജിയാങ് ചിലപ്പോ മോശമായിട്ടായിരിക്കും പെരുമാറിയത്, അത് നിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടാ. നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പുള്ളിക്കാരുടെ രീതിയൊക്കെ മാറിക്കോളും, റെസ്പെക്ട് ഒക്കെ ഉണ്ടാവും. ആ പേരും പറഞ്ഞ് നീ ഇപ്പോ ഇത്രയും വലിയ തീരുമാനമൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ് ഷിയാൻ പറയുന്നതിനോട് അവര് സമ്മതിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും. അപ്പോ ഗുവാനി അങ്കിളുമാരോട് ഇതിന്റെ പേരില് അപ്പോ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നാല് അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മറുപടി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മീറ്റിംഗ് ഒന്നിലും തീരുമാനം ആവാതെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇവർക്ക് 3 പേർക്കും ബാക്കിയുള്ള ബോർഡ് മെമ്പേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഇനിയും ആ ഒരു ഷെൻലാൻ കമ്പനിയുടെ ദോഷവശങ്ങള് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. സോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഇപ്പോ ഷൂയിയുടെ ആ ഒരു ഷെൻലാൻ കമ്പനിയെ പറ്റിയുള്ള മാഗസിൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഷിയാനോട് ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, ഇന്നത്തെ മീറ്റിംഗില് ഷെൻലാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. ഈ ഒരു മാഗസിൻ വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ട് എല്ലാം മനസ്സിലാവും. ഷൂയി ഇതിൽ വളരെ നന്നായിട്ടാണ് അവൾ ആ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷിയാന് കുറച്ച് കുശുമ്പായിട്ട് ഇതൊക്കെ ഞാൻ വായിച്ചതാ, ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാ ഈ കാര്യങ്ങളൊക്കെ എഴുതിയത് എന്ന് പറയുന്നു. സോ ഇപ്പൊ ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ആയിരിക്കാണ്. ആ ഒരു മാഗസീനും ഷിയാൻ എല്ലാവർക്കും വായിക്കാനായിട്ട് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും ഇയാള് ഒരു മാഗസിൻ വെച്ചിട്ടാണോ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇതിലിപ്പോ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാലോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ ഇതിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, നമ്മളിപ്പോ അത്രയും വലിയൊരു തുക ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പ്ലാൻ ഉപേക്ഷിക്കുന്നില്ല. കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അന്വേഷിച്ചറിഞ്ഞ് ക്ഷമയോടെ കാത്തിരുന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ഇവർക്കും ഇപ്പോ അതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ വന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഷിയാന്റെ അഭിപ്രായത്തോടെ യോജിക്കുന്നു. ആ ഒരു ഷൂയുടെ ആർട്ടിക്കിള് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചീഫ് ഇവളെ വിളിപ്പിച്ച് ആ ഒരു വർക്ക് വളരെ നന്നായിട്ടുണ്ട്, നമ്മുടെ ലീഡർമാർക്ക് ഉൾപ്പെടെ നിന്റെ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തായാലും നിനക്ക് ഉടനെ തന്നെ ഒരു ഈ മാഗസിൻ തുടങ്ങാൻ സാധിക്കും. പക്ഷെ അത് നീ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എങ്കിൽ പോലും ഒരു ചെറിയ രീതിയിൽ തുടങ്ങാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇവൾക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗുവാനും യുവും ഈ ഒരു ആർട്ടിക്കിള് കറക്റ്റ് സമയത്ത്
ഇറങ്ങിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഈ അങ്കിളുമാര് നമ്മളെ ഇന്ന് വെള്ളം കുടിപ്പിച്ചാണേ. എന്തായാലും നമ്മുടെ പണി എളുപ്പമായി എന്ന് പറയുന്നു. അവര് ഷോയെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് കേട്ട് ഷിയാനും സന്തോഷാവുന്നു. സോ അതിനുശേഷം ഇപ്പോ ന്യൂ ഇയർ ആവാനായിട്ട് പോവാണ്. സോ ഹോങ് ഇവരുടെ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഷിയോ അവളുടെ ഫാമിലിയോടൊപ്പമാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോ ഷൂയോട് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടക്കാണ്, എന്തായാലും നോക്കണം എന്ന് പറയുന്നു. അപ്പൊ ഹോങ്ങും കുറച്ചു ദിവസം വെക്കേഷൻ കിട്ടുന്നത് നീ തനിയെ അത് നശിപ്പിച്ച് തീർക്കല്ലേ, ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നീ എന്നോടൊപ്പം കുടിക്കോ എന്ന് പറയുന്നു. അപ്പോ ഷൂയെയും ഒന്ന് ആലോചിച്ചിട്ട് ഷിയാന് മെസ്സേജ് അയച്ച് ഈ ന്യൂ ഇയർ ഈവനിങ് എന്താ പരിപാടി, നമുക്ക് ഒരുമിച്ച് ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോയാലോ, സ്റ്റാർസിനെയൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചാലോ എന്ന് ചോദിക്കുമ്പോ ഞാൻ നാളെ ബിസിനസ് ട്രിപ്പിനായിട്ട് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് ഇവള് നല്ല സാഡ് ആവുന്നു. പക്ഷെ ഷിയാൻ ഉടനെ നീ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോ ഇവൾക്കും സന്തോഷാവുന്നു. ഇവൾ ഓക്കെ പറയുന്നു. അപ്പോ ഷിയോ ഇവളോട് ആ ഒരു ദിവസം നിങ്ങൾക്ക് വേറെ പ്ലാനൊന്നും ഇല്ലെങ്കിൽ എന്നോടൊപ്പം കൂടിക്കോ എന്ന് പറഞ്ഞ് ഇവളുടെ ഫാമിലിയിലോട്ട് ക്ഷണിക്കുന്നു. പക്ഷെ ഷൂയി ഇല്ല, എനിക്ക് അന്ന് മറ്റു ചില പരിപാടികളുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവാം എന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവള് എഴുന്നേൽക്കുമ്പോ ഇന്ന് ഇവൾക്ക് ജോലിക്കൊന്നും പോകേണ്ട ന്യൂ ഇയറിന്റെ അവധിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഷിയാന് മെസ്സേജ് അയച്ച് നിങ്ങളെ പോയോ എന്ന് ചോദിക്കുമ്പോ അവനും ഇറങ്ങിയെന്ന് പറയുന്നു. അപ്പോ ഇവനെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേഗം തന്നെ വരണം എന്ന് പറയുമ്പോ ഇവനും ഒരുപാട് സന്തോഷമായിട്ട് ഞാനും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോ ആ ഒരു ന്യൂ ഇയർ ദിവസം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവര് 3 പേരും ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു. അപ്പോ ഇവര് 2 പേരും ഒരു ഡേറ്റിന് പോലും പോകാതെ ഇത്രയും നല്ലൊരു ദിവസം ഷോപ്പിംഗ് ചെയ്ത് തീർക്കുമ്പോ റുവോ അതിനെ കളിയാക്കുന്നു. അപ്പൊ ഷൂയി അവളോട് ഓ പറയുന്ന ആൾക്ക് പിന്നെ ബോയ് ഫ്രണ്ട് ഉള്ളതുപോലെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ റുവോ എനിക്കാരും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ ഉള്ളതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് വഴക്കാവുന്നു. അപ്പോ ഷിയു വളരെ സാഡ് ആയിട്ട് എനിക്ക് ഒരാളോടൊപ്പം ഈ ദിവസം ചെലവിടണമെന്നുണ്ട്, പക്ഷേ അതിന് സാധിക്കുന്നില്ല, വൺ സൈഡ് ആയിപ്പോയി എന്ന് പറയുമ്പോൾ റുവോ ഓ വൺ സൈഡ് ആണല്ലേ, അതിനുവേണ്ടി നിനക്ക് ഞാൻ ചില ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ ഷിയുനും ഒരുപാട് സന്തോഷമായിട്ട് റുവോ ആ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇവര് ഷോപ്പിങ്ങിന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ റുവോയ്ക്ക് ഗുവാൻ മെസ്സേജ് അയച്ചിട്ട് എവിടെയാണ്, ന്യൂ ഇയറിന് എന്താ പരിപാടി, എന്നോടൊപ്പം വരോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഇവൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം ഇവര് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നു. പക്ഷെ ഷിയുവിന് ഒന്നും വേണ്ടത്ര കിട്ടിയിട്ടില്ല. സോ ഇവരെ പറഞ്ഞിട്ട് വീണ്ടും വേറെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിലേക്ക് കയറുന്നു. അങ്ങനെ അവള് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങുന്ന സമയത്ത് യു ഇപ്പോ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇവളെ പെട്ടെന്ന് അവനെ കണ്ട് സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ എന്റെ കസിൻ വിവാഹിതനാവാൻ പോവാണ്, സോ പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് തപ്പി ഇറങ്ങിയതാണ് എന്ന് പറയുന്നു. അപ്പോ ഇവളും എങ്കിൽ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എനിക്ക് ഇവിടുത്തെ ഒരുപാട് നല്ല കടകൾ അറിയാം എന്ന് പറയുമ്പോ യുവും ഓക്കെ പറയുന്നു. ഇവളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവൻ തന്നെ വാങ്ങി കയ്യിൽ വെക്കുന്നു. എന്നിട്ട് ഇവള് ഓരോ ഷോപ്പിൽ വന്ന് ഇവന് നല്ലൊരു പെർഫ്യൂം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇവര് ബില്ല് പേ ചെയ്യാനായിട്ട് വരുമ്പോ അവിടെ കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് ജസ്റ്റ് ഒരു ചെറിയ തുക പേ ചെയ്താൽ തന്നെ 2 കപ്പ് കിട്ടും. അത് അവിടുത്തെ സ്റ്റാഫ് പറയുമ്പോ ഷിയു അത് തനിക്കും വേണം എന്ന് പറയുന്നു. പക്ഷെ യുവിന് അതിനോട് സമ്മതമല്ല, കാരണം ഇവരെ കപ്പിൾസ് ഒന്നും അല്ലല്ലോ. എങ്കിലും ഇവളെ നിർബന്ധം പിടിക്കുമ്പോ അവനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾ അത് വാങ്ങുന്നു. എന്നിട്ട് വാങ്ങി ഇറങ്ങി അതിലൊരെണ്ണം ഇവന് കൊടുക്കുമ്പോ യു അവളോട് എനിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ കൂടെ വന്നതല്ലേ, ഹെൽപ്പ് ചെയ്തതല്ലേ, അതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ട് ഇത് നീ തന്നെ വെച്ചോളാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഓ അത്രേ ഉള്ളോ, എങ്കിൽ പിന്നെ എനിക്ക് ഇതിന് പകരം ഒരു ലഞ്ച് തന്നാ മതി എന്ന് പറയുമ്പോ അയ്യോ ഇപ്പൊ പറ്റില്ല, എനിക്ക് നാട്ടിൽ പോകണം, ഓൾറെഡി ട്രെയിനിന്റെ സമയമായി, ഇപ്പൊ പോയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും, പിന്നീട് ഒരിക്കലാവാം എന്ന് പറയുമ്പോ ഇവളും വളരെ ഷോക്കത്തില് ആ ശരി എന്ന് പറയുന്നു. അതിനുശേഷം റുവോയും ഷൂയും സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്നു. ഇവര് 2 പേരും ന്യൂ ഇയർ ഒരുമിച്ച് ഷൂയോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇവരങ്ങോട്ടേക്ക് എത്തുമ്പോ ഷിയാൻ ഓൾറെഡി തന്നെ അവിടെ ഷൂയെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവനെ കണ്ട് ഇവള് നല്ലോണം തന്നെ ഷോക്കാവുന്നു. കാരണം ഷിയാൻ ബിസിനസ് ട്രിപ്പിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ ഇയർ അവനോടൊപ്പം ചെലവിടാൻ ആവില്ല എന്നാണല്ലോ ഇവള് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഷിയാനെ കണ്ട് ഇപ്പൊ ഇവള് നല്ല ഷോക്കാവുന്നു, അതുപോലെ തന്നെ സന്തോഷാവുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഇടയിൽ ഇനി താനൊരു കട്ടുറുമ്പ് ആവണ്ട എന്ന് കരുതി റോ അവിടെ നിന്ന് പോകുന്നു. ഷൂയും ഇവന്റെ അടുത്തേക്ക് ചെന്ന് അല്ല നിങ്ങൾ അടുത്ത ആഴ്ച എത്തുന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇതിനാ ഇപ്പൊ വന്നത് എന്ന് ചോദിക്കുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.